എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിവസമാണ് ഇന്ന് പകല്. രാവിലെ 10:30 നമുക്ക് വീണ്ടും 2ാം ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയും. ജീസസ് എവരിയുടെ രാവിലെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ വചനം കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പല അനുഭവങ്ങളും നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. ദൈവം വിശ്വസ്തനാണ്. ഓരോ ദിവസം കഴിയുന്തോറും ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ കാണാൻ ദൈവം കൃപ തരും. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്. എന്നാൽ മറ്റുള്ളവർ പറയാത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൊച്ചു പിള്ളേർ വെട്ടിക്കൊന്നു, അമ്മയെ മോൻ വെട്ടിക്കൊന്നു. മറ്റുള്ളവർ പറയുന്ന വാർത്തകളെല്ലാം ഇതാണ്. എന്നാൽ ആരും പറയാത്ത വാർത്തയുണ്ട്. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ദൈവം നമ്മെ നടത്തുന്നു. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്നതെല്ലാം നന്മയായിട്ട് ദൈവം മാറ്റുന്നു. ഇത് ആര് പറയാനാ? ഇത് പറയാൻ ആരുമില്ല. ജീസസ് എവരിഡേയിൽ നിങ്ങൾക്ക് ദിവസവും അത് കേൾക്കാം. മറ്റുള്ളവർ പറയുന്നതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവർ പറയാത്തൊരു കാര്യമുണ്ട്. മറ്റുള്ളവർ പറയും എല്ലാം പ്രതികൂലമാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവം നമ്മുടെ കൂടെയാണ്. നമുക്ക് പരാജയപ്പെടാൻ പറ്റുമോ? ഇല്ല. നമുക്ക് നശിക്കാൻ കഴിയുമോ? ഇല്ല. നമ്മളൊരു തോൽവിയാണോ? അല്ല. നമ്മളൊരു അനുഗ്രഹമാണ്. മറ്റുള്ളവരെന്താ പറയുന്നത്? ഓ, നീ തീർന്നു, നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും ഇല്ലല്ലോ, നിങ്ങൾക്ക് കുടുംബസ്വത്തുമില്ല, സർക്കാർ ജോലിയും കിട്ടിയില്ല, പിന്നെ നിങ്ങളെങ്ങനെ ഉയരുന്നത്? എന്നാൽ മറ്റുള്ളവർ പറയാത്തൊരു കാര്യമുണ്ട്, നീ ഒരു അനുഗ്രഹമാണ്. നിനക്ക് സർക്കാർ ജോലിയും വേണ്ട, വലിയ ബിസിനസ് വേണ്ട, കുടുംബസ്വത്ത് വേണ്ട, പിള്ളേർക്ക് ഭയങ്കര വിദ്യാഭ്യാസം കിട്ടിയില്ല. എന്ത് ചെയ്യാനാണ്? പഠിപ്പിക്കാൻ നോക്കിയിട്ട് അവർ ഉഴപ്പിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും ഒരു വിഷയമല്ല. എന്നാലും നിനക്ക് ഉയരാൻ കഴിയും. നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അത്ഭുത ഭാവികളാണ്. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന വശമല്ല, പറയാത്ത അത്ഭുത വശങ്ങൾ ദൈവം നമുക്കായിട്ട് ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, അഗോചരമായ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്കും എനിക്കും കരുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേൾക്കുന്ന വാർത്തയിൽ മാത്രം ഒതുങ്ങരുത്. കേൾക്കാത്ത അതിശ്രേഷ്ഠമായ വാർത്ത കർത്താവിൻ്റെ വചനത്തിലുണ്ട്. എല്ലാ വഴി അടഞ്ഞപ്പോൾ ഏലിയാവിന് കാക്ക ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്നു. മരിക്കാനിരുന്ന ഒരു വിധവയുടെ വീട്ടിൽ 3 വർഷം ഏലിയാവ് ഭക്ഷണം കഴിക്കുന്നു. ദാരിദ്ര്യമുള്ള വീട്ടിൽ. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ് ബൈബിളിൽ നിറയെ. ആ വിധവയുടെ വീട്ടിലെ കലത്തിലെ മാവ് കുറയുന്നില്ല, ഭരണിയിലെ എണ്ണയും കുറയുന്നില്ല. ദേശത്ത് ക്ഷാമമായതുകൊണ്ട്, മഴയില്ലാത്തതുകൊണ്ട് എല്ലായിടത്തും ഉണക്കക്കമ്പ് കിട്ടും. ഉണക്കക്കമ്പ് പെറുക്കും, എണ്ണയിൽ ആ മാവ് ഒന്ന് കുഴയ്ക്കും, എണ്ണ പുരട്ടി ആ മാവ് പരത്തും, വിറക് കത്തിച്ച് ചുടും. ആവശ്യം പോലെ ഭക്ഷണം, എത്ര എടുത്താലും ഭക്ഷണം കുറയുന്നില്ല. ഏലിയാവിനെ പോറ്റിയത് ഒരു വിധവയും 6 മാസം പോറ്റിയത് കുറച്ച് കാക്കകളുമായിരുന്നു. അപ്പം നമ്മൾ ചിന്തിക്കാത്തിടത്ത് നിന്നാണ് നമ്മുടെ പോഷകങ്ങളും നമ്മുടെ സമൃദ്ധിയും ദൈവം കരുതി വച്ചിരിക്കുന്നത്. അത് വിശ്വസിക്കുക. ഇന്ന് നമ്മൾ റോമാലേഖനം 11-ാം അധ്യായത്തിലേക്ക്, ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ച ഭാഗത്തിലേക്ക് വരികയാണ്. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ? അബ്രഹാമിൻ്റെ മക്കളെ. കാരണം ഇസ്രായേൽ ലഭിക്കാത്ത രക്ഷ ജാതികൾക്ക് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയുന്നവർക്ക് ലഭിച്ചു. എന്നാലോ ഇസ്രായേലോ മറുത്തു നിന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ചുമില്ല, വാഗൊണ്ട് ഏറ്റുപറഞ്ഞുമില്ല. യേശുവിനെ അവർ തള്ളിക്കളഞ്ഞാലും ദൈവത്തിന് ഈ ജനത്തെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇവർക്ക്
ദൈവത്തോടൊരു ഉടമ്പടിയുണ്ട്. ഇവരുടെ പൂർവ്വപിതാവായ അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഉടമ്പടി. ആ ഉടമ്പടിയിൽ നടക്കാൻ പോലും അബ്രഹാമിന് കഴിയാത്തത് കൊണ്ട് ഉൽപ്പത്തി പുസ്തകം 15 അബ്രഹാമിനെ ദൈവം ഉറക്കിയിട്ട് അബ്രഹാമിന് പകരം യേശുവും പിതാവും രണ്ടുപേരും കൂടി ഒരുമിച്ച് മൃഗങ്ങളെയും പക്ഷികളെയും പിളർന്നതിൻ്റെ ആ 2 ഭാഗത്തിന് നടുക്കൂടി കടന്നുപോയി. നിങ്ങൾ ആ ഭാഗമൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം. അങ്ങനെ ആ ഉടമ്പടി നിലനിൽക്കുന്നതായി. അബ്രഹാമിനോടുള്ള ഉടമ്പടിയാണെങ്കിൽ അബ്രഹാം മരിക്കും വരെയാണ്. എന്നാൽ ശാശ്വത ഉടമ്പടി. അതുകൊണ്ട് ദൈവപുത്രൻ ഇറങ്ങി വന്ന് പിതാവിൻ്റെ കൂടെ ആ ഉടമ്പടി അബ്രഹാമിന് വേണ്ടി അബ്രഹാമിനെ ഉറക്കിയിട്ട് ചെയ്തു. എത്ര ഭയങ്കര അത്ഭുതമാണ്! ദൈവം എത്ര വിശ്വസ്തനാണ്! ദൈവവചനം നന്നായി പഠിക്കുന്നവർക്കായിട്ട് സ്തോത്രം. യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല. നമുക്ക് മീഖായുടെ പ്രവചനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം ഒന്ന് വായിച്ചാലോ. അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെ ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നു പോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്ക് അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മീഖയുടെ പുസ്തകത്തിലാണെന്ന് ഓർക്കണം. ഏകദേശം പഴയ നിയമത്തിൻ്റെ ആ അവസാന സീസണിൽ ദൈവം പറഞ്ഞവസാനിപ്പിക്കുകയാണ് ഒരു ചെറു പ്രവാചകനിലൂടെ. മുടന്തിപ്പോയതിനെയും അകന്നു പോയതിനെയൊക്കെ ചേർത്തിട്ട് അവർക്ക് രാജാവായിരിക്കും. എപ്പോൾ? അന്നാളിൽ. അപ്പോൾ ഒരു ദിവസം ദൈവം വെച്ചിരുന്നു. ആ ദിവസമാണ് പുത്രന്റെ ദിവസം. ഏത് ദിവസം? പുത്രന്റെ ക്രൂശീകരണമാണ് അതിന് കാരണം. ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടുവോ എന്ന വാക്ക് എന്തുകൊണ്ട് യേശു ക്രൂശിൽ പറഞ്ഞു? യേശു പറഞ്ഞത് ഒരു പ്രവചന നിവർത്തിക്കാണ് എന്ന് നമുക്കറിയാം. സങ്കീർത്തനത്തിൽ ആ വാക്യമുണ്ട്. എന്തിന് യേശു അത് പറഞ്ഞു? അബ്രഹാമിൻ്റെ മക്കളുടെ കയ്യിലിരിപ്പ് വെച്ച് ദൈവം ഈ ജനതയെ കൈവിടണം. എന്നാൽ അബ്രഹാമിൻ്റെ യേശുവിനെ കൈക്കൊള്ളാതിരുന്ന ഈ മക്കൾക്ക് വേണ്ടി യേശു പറഞ്ഞ ഇവരുടെ തെറ്റിന് പ്രായശ്ചിത്തമായി യേശു പറഞ്ഞാണ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടു. ആ വാക്ക് പറഞ്ഞ് കൈവിടപ്പെടേണ്ടവരെ കൂടി ക്രൂശിനോട് ചേർത്ത് അടിപ്പിച്ച ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആരെയും കൈവിടാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കില്ല. വിശ്വാസത്തിൽ വന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു വരുവാനുള്ള ലോകത്തിൻ്റെ സന്തോഷത്തെ ശക്തി ആസ്വദിച്ച ശേഷം പിന്മാറിപ്പോയാൽ മടക്കി വരുത്താൻ സാധ്യമല്ലെന്ന് എബ്രായലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവം നല്ലവനാണ്. അങ്ങനെയുള്ളവരെയും തള്ളിക്കളയാൻ ദൈവത്തിന് മനസ്സില്ല. എന്നാൽ നാം ഇടിച്ചു കയറണം. ഇല്ല കർത്താവേ, എനിക്ക് അത് യാക്കോബിനെ പോലെ ഇടിച്ചു കയറണം. ജ്യേഷ്ഠാവകാശം വന്നിട്ട് ഏശാവിനാണ്, വാഗ്ദത്തം വന്നിട്ട് യാക്കോബിനാണ്. അപ്പോൾ ജ്യേഷ്ഠാവകാശമുള്ള ഏശാവിൻ്റെ കയ്യിൽ നിന്ന് പലതും പിടിച്ചു വാങ്ങിയ കഠിനാധ്വാനിയാണ് യാക്കോബ്. നിന്റെ അവകാശം നീ തിരിച്ചറിഞ്ഞാൽ നീ ഒരു മൽപ്പിടുത്തം നടത്തണം. അതാണ് യാബോക്ക് കടവിൽ സകലരെയും തനിച്ചാക്കിയിട്ട് പലരെയും മാറ്റിയിട്ട് കുടുംബത്തെ എല്ലാം മാറ്റിയിട്ട് താൻ തനിച്ചായിട്ട് ദൈവത്തോട് മല്ല് പിടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടില്ല. ആ ഒരു മൽപ്പിടുത്തം ഇന്ന് നമുക്ക് ആവശ്യമാണ്. എന്നെ അനുഗ്രഹിക്കാതെ വിടില്ല. നിന്റെ വാഗ്ദത്തം എനിക്കുണ്ട്. എൻ്റെ കുടുംബത്തെ ഉയർത്താതെ ഞാൻ വിടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും മാനിക്കാതെ ഞാൻ വിടില്ല.
കർത്താവ്, എൻ്റെ വീട്ടിൽ സൗഖ്യം കാണാതെ ഞാൻ അങ്ങേ വിടില്ല എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥനയിൽ ഒരു മൽപ്പിടുത്തത്തിന് കർത്താവ് നമ്മെ വിളിക്കുകയാണ്. യാക്കോബിൻ്റെ അടുത്തോട്ട് ഇറങ്ങി വന്ന ദൂതൻ പറഞ്ഞു, എന്നെ വിട്. ചില കുട്ടികൾ അപ്പൻ ജോലിക്ക് പോകാൻ നേരത്ത് കാലിൽ വന്ന് പിടിക്കും, കാൽമുട്ടിന് താഴെയുള്ള ആള്, ഞാൻ വിടില്ല. അപ്പം അപ്പം പറയോ, എന്നെ വിട്, ഞാൻ വിടില്ല, എന്നെ വിട്, ഞാൻ മറിച്ചിടും, അയ്യോ എന്നെ മറിച്ചിടുന്നേ. അപ്പനിങ്ങനെ തമാശ കാണിച്ച് മറിഞ്ഞൊക്കെ ഒന്ന് വീഴും. വാസ്തവത്തിൽ ഇത് തന്നെയല്ലേ യാബോക്ക് കടവിൽ ഒരു ദൈവദൂതൻ ഇറങ്ങി വന്നിട്ട്, എന്നെ വിട്, നേരം വെളുക്കാറായി, ഉഷസ്സുദിക്കുന്നു, ഇല്ല ഞാൻ വിടില്ല, എന്നെ അനുഗ്രഹിക്കാതെ. നിന്റെ പേരെന്താണ്? യാക്കോബ്. നീ എന്നോട് മല്ല് പിടിച്ചത് കൊണ്ട്, എന്നെ പിടിച്ചു വെച്ചത് കൊണ്ട് നിന്റെ പേര് മാറുകയാണ്. ഇനി മുതൽ നീ ദൈവത്തിൻ്റെ പ്രഭു, ഇസ്രായേൽ എന്നറിയപ്പെടും. നീ ഇനി യാക്കോബല്ല, ഒരു ഉപായിയല്ല, ഒരു സാധാരണക്കാരനല്ല, നീ ഒരു രാജ്യമായി മാറുകയാണ്. പ്രാർത്ഥിച്ച് യാക്കോബ് മല്ല് പിടിച്ച്, പ്രാർത്ഥനയിൽ മല്ല് പിടിച്ച് അവൻ ഒരു രാജ്യമായി മാറി. അപ്പോൾ ഒരു വലിയ സമ്മർദ്ദത്തിലാണ്. സ്വന്തം സഹോദരൻ കൊല്ലും, 400 കുതിരക്കാരായിട്ട് വന്ന് ഇവരെ കൊന്നുകളയുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് അതുപോലൊരു വലിയ പ്രാർത്ഥന വന്നത്. വാസ്തവത്തിൽ ഏശാവ് സ്വന്തം സഹോദരനെ കാണണമെന്ന് ആഗ്രഹിച്ചാണ് വരുന്നത്. ഇവൻ്റെ വിചാരം ഇവൻ്റെ കയ്യിലിരിപ്പാണ്, ചേട്ടനെ കളിപ്പിച്ച് അനുഗ്രഹം മേടിച്ചുകൊണ്ട് ഓടിയ ആളാണ്. ആ ഒരു വിഷയത്തിൽ ഇവന് ഏശാവ് ക്ഷമിക്കോ ഇല്ലേ എന്നൊരു സംശയമുണ്ട്. എങ്കിലും ദൈവമെല്ലാം പഴയതെല്ലാം 10-20 വർഷം കൊണ്ട് ദൈവം മറക്കുമാറാക്കി. ഇന്ന് വൈരാഗ്യത്തോടെ നിൽക്കുന്ന പല ബന്ധുക്കളില്ലേ, അവരൊന്നും ഒത്തിരി നാളൊന്നും ഓർക്കൂല്ലെന്നേ. ഒരു സീസൺ കഴിയുമ്പോൾ അവരിതൊക്കെ മറന്നുപോകും. നിങ്ങൾ അവർക്കെതിരെ ജീവിതകാലം മുഴുവൻ ഇത് ഓർത്തുകൊണ്ടിരിക്കേണ്ട. ഒരു സീസൺ, അതായത് നമുക്കെതിരെ കുറേ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരില്ലേ, കുറച്ച് കഴിയുമ്പോൾ അവർ നിർത്തും. കാരണം അവർക്കും ഭാര്യയും മക്കളുണ്ട്, അവർക്കും വിഷയങ്ങളുണ്ട്, അവർക്ക് രോഗങ്ങളുണ്ട്, അവർക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്. എല്ലാം ശുഭമായിരിക്കുന്ന സമയത്താണ് ഇവർ ഈ മെക്കെട്ട് കയറുന്നത്. എന്നാൽ അവർക്കും പ്രശ്നങ്ങൾ വരില്ലേ, പിന്നെ അത് അവർക്ക് ഓർക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇത് അറിയണം. ഇന്ന് നമ്മുടെ ശത്രുക്കളായ പലരും ഒരു സീസൺ കഴിയുമ്പോൾ അതങ്ങോട്ട് നിർത്തും. കാരണം ആ സീസണിൽ നമ്മൾ വളരാൻ, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ, നമ്മളൊന്ന് മല്ല് പിടിക്കാൻ, നമ്മളൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ, നമ്മളൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം വെച്ച ചില കടമ്പകളായിട്ട് നമുക്കതിനെ കാണാൻ കഴിയണം. കർത്താവ് അതിനുള്ളൊരു ജ്ഞാനം നമുക്ക് തരട്ടെ. ദൈവം പറയുകയാണ്, അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെ ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നു പോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കവർക്ക് രാജാവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ ചിതറിപ്പോയതും മുടന്തിപ്പോയതും തകർന്നു പോയതും തരിപ്പണമായതിനെയെല്ലാം കൈവിട്ട് കളയാൻ ദൈവത്തിന് കഴിയില്ല. ഇതിനെയെല്ലാം ശേഖരിച്ചിട്ട് ദൈവം അവർക്ക് രാജാവായിരിക്കും. അതുകൊണ്ടാണ് അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും നിവർത്തും. ദാവീദാര രാജാവ്. അപ്പോൾ ആ കൂടാരം നിവർത്തുമ്പോൾ അതിൻ്റെ രാജാവാര? യേശു, യഹൂദ ഗോത്രത്തിലെ സിംഹം. അപ്പോൾ യേശു അതിനെന്നേക്കും രാജാവാകും. അകന്നു പോയതിനെയെല്ലാം തിരിച്ചു പിടിക്കും. യേശുവിനെ തള്ളിക്കളഞ്ഞവർ തന്നെ യേശുവേ കുത്തിയവങ്കിലേക്ക് നോക്കണമെന്ന് അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയില്ലേ, അവരെല്ലാം കൂടി യേശുവേ, മശിഹായേ, രക്ഷകനേ, ഞങ്ങളെ കൈക്കൊള്ളണമേ എന്ന് പറയും. എല്ലാവരും യേശുവിനെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് ഏറ്റുപറയുകയും ചെയ്യുമെന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. എല്ലാ നാവും പറയണം, യേശുവിനെ സ്വീകരിക്കാതെ നിവർത്തിയില്ലെന്ന്, മറ്റൊരുത്തരിൽ രക്ഷയില്ലെന്ന്,
നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ യേശുവേന്ന് വിളിച്ചേ മതിയാവും. ഈ സീസണിൽ നിങ്ങൾ പലതും വിളിക്കുന്നുണ്ട്, മാറ്റി വിളിക്കേണ്ടി വരും. ആ കാലം വരണം. യേശുവേ, അന്ന് നിങ്ങളുടെ പാപം മാഞ്ഞു കിട്ടും. അന്ന് നിങ്ങൾ സൗഖ്യമാകും. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനമുണ്ടാകും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. കൊർന്നല്യോസിൻ്റെ വീട്ടിലെ പോലെ ഐശ്വര്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ വരും. ഇത് കേൾക്കുന്ന, പിന്മാറിപ്പോയ, ദൈവത്തോട് അകന്നു നിൽക്കുന്ന, ദൈവത്തോട് അടുക്കാത്ത എല്ലാവരോടുള്ള ദൂതാണത്. ധൈര്യപ്പെടും, കർത്താവിൽ ബലപ്പെടാം, പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവർ കർത്താവിൽ അത്ഭുതമാകട്ടെ, കർത്താവിൽ അനുഗ്രഹമാകട്ടെ. എല്ലാ പിന്മാറ്റങ്ങളും മാറ്റി വീണ്ടും മടക്കി കൊണ്ടുവന്ന് മുടന്തിപ്പോയതിനെയും ഉളുക്കിപ്പോയതിനെയും അകന്നു പോയതിനെയും എല്ലാം അടുപ്പിച്ച് അവർക്ക് രാജാവാകുമെന്ന് വാക്കു പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ പിന്മാറ്റങ്ങളും ക്ഷമിക്കണം. ഞങ്ങൾ അങ്ങേ വീണ്ടും ഏറ്റുപറയുന്നു. ഇന്നിത് കേൾക്കുന്ന പിന്മാറിപ്പോയവർ, അവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അവർ മടങ്ങി വരട്ടെ, ജീവിതം ധന്യമാകട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങവർക്ക് രാജാവായിരിക്കണം, ഒരു സൗഖ്യമാകണം, ഒരു വീടിൻ്റെ അവസ്ഥ മാറും. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിനെ മറന്ന അന്ധവിശ്വാസത്തിലേക്കും ഈ ലോകത്തിലേക്ക് പോയവർ മടങ്ങി വാ. കേൾക്കുന്നവർ വാ. വീണ്ടും മുടിയൻ പുത്രനെ വീട്ടിൽ കൈക്കൊണ്ട പിതാവ് ഇന്ന് നമ്മുടെ പിതാവ്. വീണ്ടും പൊന്മോതിരവും പുതിയ വസ്ത്രവും തടിപ്പിച്ച കാളക്കുട്ടിയും പുതിയ ചെരുപ്പുമായി കാത്തിരിക്കുന്ന ആ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ. എത്ര അകന്നു പോയാലും മടങ്ങി വരാൻ കാത്തിരിക്കുന്ന പിതാവിൻ്റെ മക്കൾ. അതുകൊണ്ട് മടങ്ങി വന്നേ മതിയാവും. പ്രാർത്ഥനയിലേക്ക്, വിശ്വാസത്തിലേക്ക്, ബൈബിൾ വായനയിലേക്ക്, വിശുദ്ധ ജീവിതത്തിലേക്ക് നിങ്ങൾ പോയിരുന്ന ആ ആത്മീയ കൂട്ടായ്മയിൽ ഇനിയും നിങ്ങൾ പോകണം. നിങ്ങൾ പ്രൈസ് ജനറേഷനിലൊന്നും വരാൻ പറയുന്നില്ല. നിങ്ങൾ പല കാര്യവും പറഞ്ഞ് പലരെയും കുറ്റം പറഞ്ഞ് പോയില്ലേ? തിരിച്ചവിടെ ചെന്നവരോട് ക്ഷമ ചോദിച്ച് ആ കൂട്ടായ്മയിൽ ആരാധിക്കുക. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിവസം പ്രൈസ് ജനറേഷനിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ രാവിലെ 10:30 കടന്നു വാ. ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലെസ് യു. சொல்லி அழைத்தவர் நீரே, தாயினும் மேலாக அன்பு வைத்த எனக்காக ஜீவன் தந்தீரே. தாயின் கருவில் உருவாகும் முன்னே பேர் சொல்லி அழைத்தவர் நீரே, தாயினும் மேலாக அன்பு வைத்த எனக்காக ஜீவன் தந்தீரே. என் நாட்கள் முடியும் வரை என் ஜீவன் ശ്വാസം മൊഴിയും വരെ ഉമ്മയെ ആരാധിപ്പേ, ഉമ്മയെ ആരാധിപ്പേ. എന്നാൾക്കൾ മുടിയും വരെ എൻ ജീവൻ പിരിയും വരെ എൻ ശ്വാസം മൊഴിയും വരെ ഉമ്മയെ ആരാധിപ്പേ, ഉമ്മയെ തായ് കറുവ
ജീവൻ തന്നീരേ തായിൻ കരുവിൽ ഉരുവാകും മുന്നേ പേർ சொல்லி அழைத்தவர் நீரே தாயினும் மேலாக அன்பு வைத்து எனக்காக ஜீவன் தந்தீரே என் ஜீவன் பிரியும் வரை என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன் உம்மையே ஆராதிப்பேன் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன் உம்மையே எத்தனை முறை இடறினாலும் அத்தனையும் மன்னித்தீரே நன்மையும் கிருபையும் தொடர செய்து என்னை மீண்டும் நடக்க வைத்தீரே எத்தனை முறை இடறினாலும் அத்தனையும் மன்னித்தீரே நன்மையும் கிருபையும் தொடர செய்து என்னை மீண்டும் நடக்க வைத்தீரே ஜீவன் பிரியும் வரை என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன் உம்மையே ஆராதிப்பேன் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன் உம்மையே சமச்சமா உம்மை ஆராதிப்பேன் உம்மை ஆராதிப்பேன் உம்மை ஆராதிப்பேன் உம்மை ஆராதிப்பேன் உம்மை ஆராதிப்பேன் உம்மை ஆராதிப்பேன் என் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன் உம்மையே ஆராதிப்பேன் என் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன் உம்மையே ஜீவன் பிரியும் வரை என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன் உம்மையே உம்மையே ஆராதிப்பேன் உம்மையே ஆராதிப்பேன் என் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் ஒழியும் வரை